ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന 75% ജനത്തെക്കാൾ ഞാൻ നിങ്ങളും സമ്പന്നരാണ്. അതിനർത്ഥം ഈ ലോകത്ത് ജീവിക്കുന്ന 75% ജനത്തിന് ശരിയായ വസ്ത്രമില്ല, പാർപ്പിട സൗകര്യങ്ങളില്ല, ഒരു സാധ്യതകളുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് തെലങ്കാന സന്ദർശിച്ചു. തെലങ്കാനയിൽ മുകളപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാട്ടിനകത്ത് ഗൊർലാബായി എന്ന് പറയുന്ന ഒരു ഗ്രാമം. അപ്പോൾ ഈ ഗൊർലാബായി ഗ്രാമത്തിൽ ഞാൻ പോയപ്പോൾ മനസ്സിലായി മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നത്. നല്ല വീടില്ല, ആഹാരമില്ല, കൊച്ചുമക്കളൊക്കെ എങ്ങനെ എന്നാ പറയാനാ അനാഥരായി നടക്കുക. പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് അവിടെ മരണം വരെ സംഭവിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന കുറച്ച് കുടുംബങ്ങൾ. അപ്പോൾ ആ വാചകം വളരെ ശരിയാണ്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന 75% ജനത്തെക്കാൾ ഞാനും നിങ്ങളും സമ്പന്നരാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. മറ്റൊന്ന്, കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടെങ്കിൽ, കാഴ്ചയുണ്ടെങ്കിൽ, കേൾവിയുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന 3 മില്യൺ ജനത്തെക്കാൾ ഞാനും നിങ്ങളും സമ്പന്നരാണ്. നല്ല സാഹചര്യത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തമ്പുരാനെ, അങ്ങയുടെ വചനത്താൽ അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കാനും ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനൊക്കെ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് അടിയങ്ങൾ ഏറ്റവും വിനയത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം. നാം കേട്ടതുപോലെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കഴിക്കാൻ ആഹാരം, ഉടുക്കാൻ വസ്ത്രം, പാർപ്പിടം, മറ്റു സൗകര്യങ്ങൾ, ഇതെല്ലാം തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവഭാഗത്തായിരിക്കാം. ഈ ദേശത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ കേൾക്കപ്പെടുന്ന തിരുവചനത്തിന്റെ അനുഭവത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണിൻ മുൻപിൽ പതറാതെ ഉന്നം വെച്ച വൈരിയിൽ, കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ. എലിയാവിൻ പുതപ്പനീടെ നിന്റെ വിശ്വാസ ശോധനയിൽ, എലിയാവിൻ പുതപ്പനീടെ നിന്റെ വിശ്വാസ ശോധനയിൽ എന്നെ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവന്റെ നാഥനും പരിപാലകനുമായ കർത്താവേ, അല്പസമയം ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ വിധേയപ്പെടുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ.
കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടെ ഇവിടെ വിട്ട് മടങ്ങുവാൻ സ്വർഗം കൃപയാൽ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. വചനം അങ്ങയുടേത്. ആ വചനത്താൽ ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, ബലഹീനർക്ക് ആശ്വാസം ഉണ്ടാകുവാൻ, കർത്താവെ തകർന്ന ഉള്ളങ്ങൾ ബലപ്പെടുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിച്ചാലും മഹത്വം അങ്ങേക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ തമ്പുരാനെ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും പകരുമെന്ന് ദൈവം പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ്. ഇന്നത്തെ വചന ശുശ്രൂഷ വളരെ ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ്. കാരണം യേശുവിന്റെ വാക്ക് ഇങ്ങനെയാണ്: എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വചന ശുശ്രൂഷ വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നാം ദൈവത്തിലുള്ളവർ അല്ല. നന്നായിട്ട് പാട്ട് പാടുമായിരിക്കും, പാട്ട് ആർക്കും പാടാൻ പറ്റും. ഇച്ചിരി സ്വരമാധുര്യവും താളബോധവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പാട്ട് പാടാം. ആർക്കും പ്രസംഗിക്കാം. മലയാള ഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ, തമിഴ് ഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ, ഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ ആർക്കും പ്രസംഗിക്കാം. വലിയ പ്രസംഗകർ പലരും ഇന്ന് ജയിലിൽ കിടക്കുക. ഭയങ്കര അത്ഭുത ശാന്തിയൊക്കെ ചെയ്ത ആൾക്കാർ, നിന്നപ്പോ തള്ളിയിട്ട ആൾക്കാർ, തൊട്ടപ്പോ വിറപ്പിച്ച ആൾക്കാർ, ഇതിൽ പലരും ജയിലിന്റെ അകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്നത്തെ വചനധ്യാനം പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഇന്ന് സ്ഥിരീകരിക്കാൻ കഴിയും: നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന്. നമ്മൾ ഒരുമിച്ച് വചനം പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ദൈവാശ്രയത്തോടും ദൈവഭാഗത്തായിരിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ ബൈബിൾ 7 ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. 7 ആത്മാക്കൾ: പരിശുദ്ധാത്മാവ്, ദുരാത്മാവ്, ദുഷ്ടാത്മാവ്, അശുദ്ധാത്മാവ്, ഇങ്ങനെ തുടങ്ങുന്ന 7 ആത്മാക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഇന്നൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്: എന്റെ ഉള്ളിൽ ഏതാത്മാവ്? ഇരിക്കുന്ന എല്ലാവരും ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ഉള്ളിൽ ഏതാത്മാവ്? പരിശുദ്ധാത്മാവാണോ? ദുരാത്മാവാണോ? ദുഷ്ടാത്മാവാണോ? അശുദ്ധാത്മാവാണോ? നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 55-ാം വാക്യം. ഒരാൾ വായിച്ചേ. ലൂക്കോസ് 9:55. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണേ. ആരാണ് അവൻ? യേശുവിനെ കുറിച്ചാണ് അവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞാൽ യേശു. യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. ആരെ ശാസിച്ചു? ശിഷ്യന്മാരെ ശാസിച്ചു. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരെ ശാസിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഏത് ആത്മാവ്? പ്രിയപ്പെട്ടവരെ, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ അവസാന സമയമാണ് ഈ ഭാഗം രചിക്കപ്പെടുന്നത്. അതായത് 3.5 വർഷക്കാലത്തെ യേശുവിന്റെ ശുശ്രൂഷയിൽ യേശുവിന്റെ കൂടെ നടന്ന് യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് യേശുവിന് വേണ്ടി ജീവിച്ച് യേശുവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സമൂഹം. മലയാളം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്? ആവുന്നുണ്ട്? അപ്പൊ യേശുവുമായി ചേർന്ന് 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ ചെയ്തിട്ട് ആ 3.5 വർഷക്കാലത്തിന്റെ ഒടുവിൽ യേശു ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ഉള്ളിൽ ഏതാത്മാവ്?
പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഏരിയ മീറ്റിംഗ് ആയി നമ്മൾ കൂടിയിരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന എന്നോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ഏത് ആത്മാവ്? പാടുന്ന നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, ഏത് ആത്മാവ്? ഈ കീബോർഡ് വായിക്കുന്ന സഹോദര, നിന്നോട് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്, ഏത് ആത്മാവ്? നമ്മളെല്ലാവരുടെയും ചോദിക്കുക. ഇന്ന് അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം മുഴുവനും ഒന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക. പറഞ്ഞതുപോലെ ഒരു 8:15, 8:30 ഞാൻ നടത്തിത്തരാം. അതിന്റെ അകത്ത് മുഴുവനും വേഗത്തിൽ ഞാൻ പ്രസംഗിക്കാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം ഒരു യാത്രാ വിവരണമാണ്. തമിഴിൽ എന്ത് പറയും യാത്രാ വിവരണത്തിന്? പ്രയാണം എഴുതും. യാത്രാ വിവരണം, അതായത് യാത്രയിൽ കാണുന്ന കാര്യങ്ങൾ എഴുതും. അതൊരു സാഹിത്യമാണ്, ലിറ്ററേച്ചറാണ്. അപ്പോൾ ലൂക്കോസ് വിശേഷം ഒരു യാത്രാ വിവരണമാണ്. എന്തുകൊണ്ടെന്നാൽ ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ ആ യാത്രയിൽ ഒരു സംഭവം കാണുന്നു, വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്നു, 2-ാമത്തെ സംഭവം കാണുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു, 3-ാമത്തെ സംഭവം കാണുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു, 4-ാമത്തെ സംഭവം കാണുന്നു. അങ്ങനെ 5 സംഭവങ്ങളുടെ കൂടിച്ചേരലാണ് ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം. ഈ 5 സംഭവങ്ങൾക്കൊടുവിലാണ് യേശു ചോദിക്കുന്നത്, എടാ നിന്റെ ഉള്ളിൽ ഏത് ആത്മാവ്? 5 സംഭവങ്ങൾ യേശുവിനെ നന്നായിട്ട് വേദനിപ്പിച്ചു. 5 സംഭവങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. 5 സംഭവങ്ങൾ നമ്മോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊടുവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ ഉള്ളിൽ ഏത് ആത്മാവ്. ഞാൻ ഉറപ്പ് തരാം, 1 മണിക്കൂർ സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉറപ്പാണ്. ശ്രദ്ധിച്ചിരുന്നാൽ അപ്പൊ 1-ാമത്തെ സംഭവം ഇനി എന്നെ ശ്രദ്ധിക്കണേ. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ പ്രസംഗിക്കുകയാണ്. ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ ജനം 5000 പുരുഷന്മാർ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും അതിൽ ഉൾപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു വിലയും ഇല്ലായിരുന്നു. ഇന്നും സംശയമാണ്. പല കുടുംബങ്ങളിലും പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു, അല്ലേ? ജോലി സ്ഥലങ്ങളിൽ താഴ്ത്തപ്പെടുന്നില്ലേ? എന്തിനേറെ പറയും, നമ്മുടെ വീട്ടിനകത്ത് ഇതിന് സ്ത്രീക്കും പുരുഷനും ഒരേ വിലയാണോ? പക്ഷേ ഈ 2000 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീക്ക് ഒരു വിലയും ഇല്ല. അന്ന് ഒരു യഹൂദ പുരുഷൻ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, നീ എന്നെ സ്ത്രീയായിട്ടോ പന്നിയായിട്ടോ ജനിപ്പിക്കാത്തതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതിന്റെ അർത്ഥം ഒരു പന്നിക്ക് കൊടുക്കുന്ന വില പോലും സ്ത്രീക്കില്ലാത്ത കാലഘട്ടം. അതുകൊണ്ടാണ് 5000 പുരുഷന്മാർ, സ്ത്രീയുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നമുക്ക് ഇവിടത്തെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്ക്, എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ. ഞാൻ ഇങ്ങനെ ചിന്തിക്കട്ടെ, 5000 പുരുഷന്മാരെങ്കിൽ ഒരു 15000 സ്ത്രീകൾ കാണും, ഒരു 5000 കുഞ്ഞുങ്ങളും കാണും. മൊത്തം എത്ര പേർ? അക്കൗണ്ടന്റ് ആക്കാൻ പറ്റിയ ആള് എത്ര പേർ? 25000 ജനം യേശുവിന്റെ മുൻപിലിരുന്ന് 25000 ജനം യേശുവിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഒരു സംശയം, യേശു 25000 പേര് കേൾക്കാൻ കണക്കാക്കി പ്രസംഗിക്കാൻ കഴിയുമോ? നമുക്ക് അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റുപ്രസംഗിമാരുണ്ടായിരുന്നു. ഒരാൾ പ്രസംഗിക്കും, ഒരു ലെന്ത് അനുസരിച്ച് ഏറ്റുപ്രസംഗിമാരുണ്ടായിരുന്നു. സാധ്യതകൾ വളരെ വലുതുണ്ട്. എന്തായാലും എന്റെ ഭാവന പറയട്ടെ, ഏകദേശം 25000 ജനം ഇരിക്കുന്നു, യേശു പ്രസംഗിക്കുന്നു, മരുഭൂമിയിലാണ്. യേശു രാവിലെ പ്രസംഗം തുടങ്ങി. രാവിലത്തെ കാപ്പി കുടിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കുള്ള ലഞ്ച് അവരെടുത്തിട്ടില്ല, വൈകുന്നേരം ടീയും സ്നാക്സും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ജനം ഉറങ്ങാതെ യേശുവിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് രസമാണ് യേശുവിന്റെ പ്രസംഗം. ഞങ്ങളൊക്കെ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ 1 മണിക്കൂറാണ്. ഞാൻ ചോദിച്ചില്ലേ, 8, 8:10, 8:15, അവസാനം എന്റെ ദയനീയ അവസ്ഥ കണ്ട് 8:30 വരെ തന്നു എനിക്ക്. ഇനി 8:30 കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോയാൽ ബാക്കിലിരിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നോണ്ട് വിളിക്കും, ഇങ്ങ് വാ. സംഭവം ഞാൻ ഈ മൈക്കും വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മനസ്സിലാവും എന്നെ വിളിച്ചതല്ല, ഉറങ്ങി വീട്. അപ്പോൾ നമ്മളൊക്കെ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ജനത്തിന് വിരസതയാണ്. പക്ഷെ യേശുവിന്റെ പ്രസംഗം ഉണ്ടല്ലോ,
ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തുടങ്ങിയത് രാത്രിയായിട്ടും ഒരു പ്രശ്നമല്ല. ജനം ഇങ്ങനെ പ്രസംഗം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിന് ബൈബിൾ പറയുന്ന വാക്യം എങ്ങനെയാണ്? യേശുവിന്റെ സ്വരം തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ്. വെരി ഗുഡ്, മാധുര്യമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജനം പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ ഒരു ശിഷ്യൻ യേശുവിനെ വന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, നീ എന്നാ പരിപാടിയാ കാണിക്കുന്നേ? രാവിലെ തുടങ്ങിയതാ. രാവിലത്തെ കാപ്പി ജനം കുടിച്ചിട്ടില്ല, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, വൈകുന്നേരത്തെ ടീയും സ്നാക്സും ഒന്നും വരെ എടുത്തിട്ടില്ല. ഇനിയും നീ പ്രസംഗിക്കും, ഇനിയും നീ പ്രസംഗിച്ചാൽ ഈ ഇരിക്കുന്ന ജനം വിശന്ന് വീഴാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? വിശന്ന് വീഴാൻ സാധ്യത. അതുകൊണ്ട് ഞങ്ങൾ ഒരു സൂത്രം പറയട്ടെ. ഞാൻ എന്റെ ഭാവനയിലാണ് ബൈബിൾ വായിക്കുന്നത്. സൂത്രം പറയട്ടെ. സൂത്രം 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 തമിഴിലും മലയാളത്തിലെല്ലാം സൂത്രം തന്നെയാണ്. അടിവര കേട്ടോ, സൂത്രം. അപ്പൊ യേശു ചോദിച്ചു, എന്നതാ സൂത്രം? സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവർ വന്ന് കർത്താവെ ശുശ്രൂഷ അവസാനിപ്പിക്കുക, പ്രാർത്ഥിച്ചു നടത്ത്, അവരവരുടെ ഊരുകളിൽ പോയി, വീടുകളിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളും. അപ്പൊ യേശു പറഞ്ഞു, ഒരു സൂത്രവും വേണ്ട, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരാൾ പോക്കറ്റിൽ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആകെ 200 കാശേ ഉള്ളൂ, എന്തെങ്കിലും വാങ്ങാൻ കഴിയോ? എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നടന്ന് മരുഭൂമിയിലൂടെ പട്ടണത്തിൽ പോകാൻ വയ്യ. സാധനം വാങ്ങാൻ വയ്യ. വാങ്ങിയാൽ പോരാ, അതുകൊണ്ട് തിരിച്ചു വരണം, വിയർക്കാൻ വയ്യ. കൊണ്ടുവന്നാൽ പോരാ, എല്ലാവരെയും പിടിച്ചിരുത്തണം, അധ്വാനിക്കാൻ വയ്യ, വിളമ്പാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ഒരു സൂത്രം പറഞ്ഞു തരാം. ഒന്നാമത്തെ ധ്യാനം, ഒന്നാമത്തെ ചിന്ത ഇതാണ്: സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ല. പാടിയാലും ചാടിയാലും തുള്ളിയാലും എന്ത് പരിപാടി ചെയ്താലും കയ്യിലിരിപ്പ് തന്ത്രവും കുതന്ത്രവുമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവില്ല. ഇന്ന് പ്രകടനങ്ങളുടെയും പ്രഹസനങ്ങളുടെയും ഒരു കാലഘട്ടമാണ്, അല്ലേ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അഭിനയിക്കേണ്ട ഒരു ജീവിതമല്ല. എന്താണ് ക്രൈസ്തവ ജീവിതം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല ഒരു ഓർഗനും വളരെ ശക്തിയായി ജ്വലിക്കുന്ന വർഷിപ്പുകളുണ്ട്. പക്ഷേ നിന്റെ ലൈഫിൽ എങ്ങനെ? കയ്യിൽ തന്ത്രവും കുതന്ത്രവുമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കും, ഈ കാലഘട്ടത്തിൽ ചെറിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? ബൈബിളിലെ ഒരു വാക്യം പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ: നേരോടെ നടക്കുന്നവർക്ക്, ബാക്കി നിങ്ങൾ പറ, ഒരു നന്മയ്ക്കും കുറവില്ലാത്തൊരു ദൈവം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കർത്താവ് ചെയ്തത് ചെയ്താൽ മതി. കർത്താവ് എന്നാ ചെയ്തു? 5 അപ്പവും 2 മീനും കയ്യിലെടുത്തിട്ട് തൊട്ടു മുൻപിലിരുന്ന ജനത്തെയല്ല നോക്കിയത്, സ്വർഗത്തിലേക്ക് നോക്കി, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. 12 കുട്ട മിച്ചം വന്നെന്ന്. 2021 ഇടുക്കിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഇടുക്കിയിൽ ചീന്തലാർ എന്ന് പറയുന്ന, ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിലൊരു ദൈവാലയം കാണിക്കുന്നുണ്ട്. ആ ദൈവാലയത്തിന്റെ തായ് പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. 4 ദിവസത്തെ പ്രസംഗം. ഞാനും ഭാര്യയും പിള്ളേരും ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്ക്. 4-ാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇന്ന് വൈകുന്നേരം രാത്രി ഒരു വീട്ടിൽ ആഹാരം. ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലോട്ട് പോകുന്നു. ആ വഴി നടക്കാൻ കഴിയുന്നില്ല. ഒരു എസ്റ്റേറ്റിന്റെ അടിഭാഗം, തേയിലത്തോട്ടത്തിന്റെ അടിഭാഗം, കുള അട്ടകൾ നിറഞ്ഞു കിടക്കുന്നു. ഞങ്ങൾ ആ വീടല്ലെന്നേ, ഇലക്ഷന് 4 ഫ്ലെക്സ് ഉണ്ടല്ലോ, ആ 4 ഫ്ലെക്സ് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഒരു ഷീറ്റ്, ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്ത് അങ്ങ് പുറത്തിട്ടപ്പോ വീട്, തറയില്ല, ഒരു സാഹചര്യമില്ല. ഇതുപോലത്തെ ഒരു ചെറിയ തടിക്കഷ്ണം വളച്ചു വെച്ചിട്ട് ഞങ്ങൾ അതിന്റെ ചുറ്റും പിടിച്ചിരുത്തി വിഭവസമൃദ്ധമായ ആഹാരം തന്നു, ഒരപ്പനും ഒരമ്മയും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണോ? അപ്പോൾ ആ അപ്പം പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾ കോട്ടയംകാരാ. എന്റെ ഹൃദയത്തിൽ തൊട്ടൊരു സാക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്.
അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെ എത്തി, ഈ നാട്ടിൽ എങ്ങനെ എത്തി, കോട്ടയത്ത് നിന്ന്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ സത്യസന്ധരായി ജീവിച്ച ക്രിസ്ത്യാനികളാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങി. ബിസിനസ് അമ്പേ പരാജയം, ഒത്തിരി കടത്തിന്റെ കടിയിലായി. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്റെ പറമ്പും വസ്തു എല്ലാം വിറ്റിട്ട്, വീടും വിറ്റിട്ട് കടം തീർക്കണം, മനസ്സമാധാനം വേണ്ടേ. ബാക്കി കാശ് കൊണ്ട് ഒരു ചെറിയ വീടും വസ്തുവും വാങ്ങണം. പിന്നെയും കാശുണ്ടെങ്കിൽ അത് ബാങ്കിൽ ഇടണം. 2 പെൺമക്കളാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യൻ കടം വീട്ടി. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ആ പറമ്പും വീടും വിറ്റു. നല്ല കാശ് കിട്ടി. ഒരു ചെറിയ വീടും വസ്തുവും വാങ്ങിച്ചു. കടങ്ങളൊക്കെ തീർന്നു. ഇനി ഇച്ചിരി ലക്ഷങ്ങളുണ്ട്. ഈ മനുഷ്യൻ ഇതുകൊണ്ട് ബാങ്കിലിടാൻ പോകുമ്പോൾ ഇയാളെ ഉറ്റ സുഹൃത്ത്, ഞങ്ങളുടെ ഭാഷയിൽ ബ്രോ എന്നൊക്കെ പറയും, ചങ്ക്, അവൻ വന്നിട്ട് പറഞ്ഞു, എടാ നീ ബാങ്കിലിട്ടാൽ നിനക്ക് പലിശ കിട്ടുമായിരിക്കും, ഞാൻ കടക്കണിയിലാണെടാ, നീ ഈ കാശ് എനിക്ക് തന്നാൽ ഞാൻ രക്ഷപ്പെടും. ഭാര്യയോട് ചോദിക്കുന്നില്ല, പിള്ളേരോട് ചോദിക്കുന്നില്ല, കൂട്ടുകാരനെ വിശ്വസിച്ച് ഈ ലക്ഷങ്ങൾ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, മകളുടെ വിവാഹം നിശ്ചയിച്ചു. ആദ്യം ഈ കടം കൊടുത്ത മനുഷ്യൻ ഇവന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇറങ്ങുമ്പോൾ പറഞ്ഞു, എടാ മറ്റേ കാശ് തരണേ. മറ്റവൻ ചോദിക്കുക, ഏത് കാശ്? സത്യസന്ധ, ദൈവവിശ്വാസി, അന്യഭാഷയൊക്കെ പറയുന്ന ആള്. ഏത് കാശ്? പ്രിയപ്പെട്ടവരെ, കരഞ്ഞുപോയി, തകർന്നുപോയി ഈ മനുഷ്യൻ. അവൻ അവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ചു. അവനൊന്ന് ഉറക്കെ സംസാരിക്കാൻ അറിയത്തില്ല. 10 പേരെ കൊണ്ടുപോയി ആരോഗ്യം ഒന്ന് പ്രകടിപ്പിച്ച് പിടിച്ചു വാങ്ങാൻ അറിയത്തില്ല. ഒരു സാധാരണക്കാരൻ. അവസാനം തോറ്റുപോയ ഈ മനുഷ്യൻ പറഞ്ഞു, എടാ അടുത്ത ആഴ്ച പള്ളിയിൽ വരുമോ? ഈ നമ്മുടെ സഭ പോലെ അല്ല കോട്ടയത്തുള്ള സഭകൾ. ആ സഭയുടെ പ്രത്യേകത ആംഗ്ലിക്കൻ പാരമ്പര്യമാണ്. നടുക്കിങ്ങനെ കസേര ഇടത്തില്ല, 2 സൈഡിലായിരിക്കും കസേര ഇട്ടിരിക്കുന്നത്. നടുക്ക് ദൈവം വസിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആരാധന സമയത്ത് വന്നു, അച്ഛൻ പോയി, കമ്മിറ്റിക്കാർ പോയി, പള്ളിയിൽ ആരുമില്ല. ഇവർ 2 പേരും മുന്നോട്ട് വന്നു. ആ മനുഷ്യൻ ഈ മനുഷ്യനോട് ചോദിച്ചു, എടാ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുക, കാശ് തരുമോ? മറ്റവൻ പറയടാ ഞാൻ തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ മുട്ടുമടക്കി, കടം കൊടുത്തില്ലേ. ഇവന്റെ 2 കാലും കെട്ടിപ്പിടിച്ചു. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. 2 കാലും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സോറിയടാ, നീ തന്നു, ഞാൻ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ സോറി. കരഞ്ഞോണ്ടിറങ്ങിപ്പോയി. ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടുത്തെ വീടും വസ്തുവും വിറ്റു, മകളുടെ വിവാഹം മുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് കണ്ണുനീര് തുടച്ചിട്ട് വീണ്ടും എന്റെ അടുത്ത് പറഞ്ഞു, മനുഷ്യർ എന്നെ പറ്റിച്ചെങ്കിലും ദൈവം കൈവിട്ടില്ല സുവിശേഷകരെ. മനുഷ്യൻ എന്നെ പറ്റിച്ചെങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ കാശ് തിരിച്ചു തന്നോ? അല്ല. സംഭവം എന്താണെന്ന് അറിയാമോ? ഈസ്റ്റ് കേരള മഹായിടവകയിലെ 2 അച്ഛന്മാർ ഈ 2 പെൺമക്കളെ കല്യാണം കഴിച്ച് ഇന്ന് ശുശ്രൂഷകരായി അവരവിടെ ആയിരിക്കുന്നു. പിന്നെ ഇവർക്ക് വീടും വസ്തുവില്ല. ഒരു ചെറിയ സ്ഥലത്ത് ഇപ്പോൾ അവർ താമസിക്കുന്നു. വേദനയാണ്, പക്ഷെ മക്കളുടെ ജീവിതം സുരക്ഷിതമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മറ്റേ കക്ഷിയോ? തേച്ചില്ലേ? അങ്ങനെ ഒരു പേര് പറയാൻ പോലും ഒന്നുമില്ലാത്ത രീതിയിൽ ആ സ്ഥാനം നാമാവശേഷമായി. സൂത്രങ്ങൾ കാണിക്കരുത്. ഇതിന്റെ അഭിനയമല്ല ക്രിസ്തീയ ജീവിതം. അഭിനയമല്ല ക്രിസ്തീയ ജീവിതം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രക്തം കൊടുത്ത മിഷണറിമാരുടെ മണ്ണാണ് നമ്മുടെ മണ്ണ്. രക്തം കൊടുത്ത മണ്ണ്, ജീവൻ കൊടുത്ത മണ്ണ്. എത്രയോ മിഷണറിമാരുടെ മക്കളെന്നറിയാമോ നമ്മുടെ നാട്ടിൽ മരിച്ചു വീണത്? അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നേരോടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഈ പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ ദൈവത്തിന് നിങ്ങൾ അറിയത്തില്ല. ഒരിക്കൽ യേശുവിന്റെ മുൻപിൽ ചിലർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ വലിയ പുള്ളികളാ. കർത്താവ് എന്നാ പറഞ്ഞു? നിങ്ങൾ ആരും എനിക്കൊരു പിടിയുമില്ല. സൂത്രങ്ങൾ കാണിക്കാതെ ജീവിക്കുക. സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ല. മനസ്സിലായോ? 2 ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 28 മുതലാണ്. ഇത് 4 ചിന്തകളുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. 2, കർത്താവായ യേശുക്രിസ്തു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ശിഷ്യന്മാരെയും കൊണ്ട് ഒരു മലയുടെ മുകളിൽ പോയി. ചോദ്യം, പള്ളിക്കാരിയാണോ? യേശുവിന് ഇഷ്ടപ്പെട്ട 3 ശിഷ്യന്മാർ ആരൊക്കെ? ചോദ്യം ഇവിടെ.
ഓക്കെ, ഞങ്ങളുടെ ഭാഷയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യേശുവിന് മൊത്തം എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 3. പന്ത്രണ്ട് ശിഷ്യന്മാരിൽ 3 ശിഷ്യന്മാരെ യേശു അധികം സ്നേഹിച്ചു. ഇനി വളരെ ശ്രദ്ധിക്കുക, ഈ 3 ശിഷ്യന്മാരെയും കൊണ്ട് മലയുടെ മുകളിൽ പോകുമ്പോൾ അവിടെ 2 പേർ പ്രത്യക്ഷപ്പെട്ടു. ആരൊക്കെ? ഏലിയാവും മോശമാണ്. മോശയും. ഇതാണ് ക്ലൂ എന്ന് പറയുന്നത്. ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഞങ്ങൾ ഇവിടെ തറയിൽ കിടന്നോളാം, പക്ഷെ ഞങ്ങൾക്ക് ഈ സന്തോഷം വേണം. ശ്രദ്ധിക്കണേ, കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മനസ്സില്ലാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ജീവിതത്തിലെ കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്തോത്രം പറയാൻ കഴിയാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ആദിമസഭ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ആ വ്യക്തി മുന്നോട്ട് വരും, ഒരു സെന്റൻസ് പ്രാർത്ഥിക്കും, പോയിരിക്കും. വെറും ഒരു സെന്റൻസേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ 3-4 മണിക്കൂർ തകർക്കും. പക്ഷെ ആ ഒരു സെന്റൻസ് ഇന്ന് നമ്മൾ 3 മണിക്കൂർ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയിലില്ല. എന്താണ് ആ സെന്റൻസ് അറിയോ? ആർക്കെങ്കിലും അറിയോ? ആദിമസഭയുടെ പ്രാർത്ഥന. ആദിമസഭയുടെ പ്രാർത്ഥന ഇതാണ്, ആമേൻ കർത്താവേ. ആർക്കറിയാം? ആമേൻ കർത്താവേ, വേഗം വരണമേ. ഇതാണ് ആദിമസഭയുടെ പ്രാർത്ഥന. ഇന്നും സംഭവം ഏകദേശം ശരിയാണ്, ചെറിയ വ്യത്യാസം. ആമേൻ കർത്താവേ വല്ലതും. ഒരു ഭിക്ഷക്കാരനെ പോലെ വന്നിരിക്കുക. കാറിതാ, ലോറിതാ, വീടിതാ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നേ, ഈ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ക്രൂശിച്ച് 2 കയ്യിൽ വാണിയടച്ച് 4 വാണിയടച്ച് ഇങ്ങനെ ക്രൂശിലിട്ടിരിക്കുക. എന്നിട്ടും പോയി ചോദിക്കുകയാണ്, കാറിതാ. നാണമില്ല ചോദിക്കാൻ. ഒരാള് ക്രൂശിച്ച് ജീവൻ വരെ തന്നില്ലേ? എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ജീവൻ വരെ തന്നില്ലേ? അവന്റെ വരവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തിലെ കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുമോ? രോഗം, കടം, കണ്ണുനീര്, വേർപാട് മനുഷ്യ സഹജമാണ്. അവനവന്റെ ദുഃഖങ്ങൾ ഏറ്റവും വലുതാണ്. ഞാൻ പറയുന്നത്, ദൈവം എനിക്കും നിനക്കും തന്ന അനുഭവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്തോത്രം പറയാൻ കഴിയുമോ? അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. കരയരുത്, ഒരു മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത? ജീവിതത്തിൽ ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയണം. ദൈവകൃപ കൊണ്ട് ഞാൻ ഈ കാലങ്ങളിൽ, ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ, രാവിലെ തിരുവനന്തപുരത്ത് ഒരു ദേവാലയത്തിലായിരുന്നു, ഉച്ചയ്ക്ക് കൊല്ലത്തൊരു ദേവാലയത്തിലായിരുന്നു, ഇപ്പൊ ഞാനിത് ഇവിടെ. ദൈവം എനിക്ക് ഭയങ്കരമായിട്ട് അവസരം തരിക ദൈവവചനം പറയാൻ. പക്ഷെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ അനുഭവിച്ച ചില ക്രൈസിസുകളുണ്ട്. എന്നെ ഞാനാക്കിയത് നിങ്ങൾ വിചാരിക്കും പോലെ പുള്ളിക്കാരൻ അങ്ങനെ സന്തോഷത്തിന്റെ പാരതമ്യത്തിൽ നിൽക്കുന്നുണ്ടല്ല. ജീവിതത്തിൽ ഞാൻ ചവിട്ടിയ ചില മുള്ളുകളുണ്ട്. കഷ്ടതകളിലൂടെ അല്ലാതെ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്ക് ഉയരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം എനിക്കും നിങ്ങൾക്കും ഇന്ന് അനുവദിച്ചിരിക്കുന്ന എല്ലാ വേദനകളെയും എടുത്ത് ഉയർത്തി പിടിച്ചിട്ട് പറയണം, ദൈവമേ സ്തോത്രം. അതുകൊണ്ട് കഷ്ടതകളെ സ്നേഹിക്കുന്നവന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവുള്ളത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കോട്ടയത്ത് നവജീവൻ തോമസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. എങ്ങനെയാണ് നവജീവൻ തോമസ് അറിയപ്പെടുന്ന ഒരാളായതെന്ന് ചോദിച്ചാൽ, അയാള് ഈ പെയിന്റിംഗ് തൊഴിലാളിയാണ്. അയാൾ അറിയപ്പെടുന്ന ആളായത് കത്തോലിക്ക വിശ്വാസിയാണ്. എങ്ങനെയാണ് ഈ നവജീവൻ തോമസ് അറിയപ്പെടുന്ന ആളായെന്ന് ചോദിച്ചാൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, കോട്ടയം ജനറൽ ആശുപത്രി, കോട്ടയം താലൂക്ക് ഹോസ്പിറ്റൽ, ഇവിടെ എല്ലാം ഓടി നടന്ന് പാവപ്പെട്ടവന് ഒരു പിടി ആഹാരം കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ മലയാള മനോരമ സപ്ലിമെന്റിലൂടെ ലോകം അറിഞ്ഞു നവജീവൻ തോമസിനെ. ഒരിക്കൽ അയാൾക്ക് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. നമുക്കെന്തോ വലുത് വരാനിരിക്കുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നത്. ചിരി നോക്ക്. കല്യാണം കഴിച്ചു, 5 വർഷമായിട്ട് മക്കളില്ല. ഭയങ്കര വിഷമമാണ് മക്കളില്ലാത്ത അവസ്ഥ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന എന്തുകൊണ്ടെന്നറിയോ?
എനിക്കും പിള്ളേരില്ലായിരുന്നേ. ദൈവം എനിക്ക് ഇന്ന് 3 പിള്ളേരെ തന്നു. അപ്പൊ ഞാൻ എന്റെ സാക്ഷിയാ ടേൺ വെച്ച് ഇന്ന് ഇയാള് അടുത്ത മറ്റേ ആൾ ഇങ്ങനെ ഞാൻ കൊണ്ടുപോയ ഓരോ സ്ഥലങ്ങളിൽ. ഇദ്ദേഹം 5 വർഷം തികഞ്ഞിട്ടും മക്കളില്ലാത്തത് കൊണ്ട് ഈ മനുഷ്യൻ ദൈവാലയത്തിൽ പോയി, കത്തോലിക്ക സഭയിൽ പോയി മുട്ടുമടക്കി കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു. ഗർഭിണിയായി. മാസം 1, 2, 5-ാമത്തെ മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, തോമസേ നമുക്കിത് വേണ്ട തോമസേ, ഇത് കാരണം 80% വൈകല്യമാണ്, ഓട്ടിസത്തിന്റെ ക്ലൈമാക്സ് സ്റ്റേജ്. നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. തോമസ് പറയുന്നത് ആലോചിച്ചു, ഭാര്യയായിട്ട് ചേർന്ന് എന്ത് വന്നാലും ഞങ്ങൾ കടയത്തില്ല, കാരണം ദൈവം ഞങ്ങൾക്ക് തന്നതാണ്, ദൈവത്തിന് സുഖപ്പെടുത്താൻ കഴിയും. അവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞ വാക്ക് തള്ളിക്കളഞ്ഞു. പ്രസവിക്കേണ്ട സമയത്ത് അവൾ പ്രസവിച്ചു. പക്ഷേ തോമസ് വാവിട്ട് കരഞ്ഞു, കാരണം മനുഷ്യന്റെ രൂപം പോലും ഇല്ലാത്തൊരു കുഞ്ഞ്. ഓരോ ദിവസം കഴിയും തോറും കുഞ്ഞിന്റെ വളർച്ച കണ്ട് തോമസ് വേദനിച്ചു. സത്യം. 8-ാമത്തെ വയസ്സിൽ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് തോമസ് ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചു. കാരണം മലം ഈ കുഞ്ഞെ എടുത്ത് കഴിക്കും. അപ്പന്റെ അമ്മയുടെ മുമ്പ് വെച്ച് സഹിക്കുമോ ഒരപ്പനും അമ്മയ്ക്കും? അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഷാലോം TV എന്ന് പറഞ്ഞൊരു TV, അതിന്റെ അവതാരിക ഒരു ഇന്റർവ്യൂമായി തോമസിന്റെ അടുത്ത് വന്നു. തോമസിനോട് പറഞ്ഞു, തോമസേ നീ ചെയ്യുന്നതെല്ലാം നല്ല കാര്യം. ഈ പുഷ്പരാജ് വാ കൊണ്ട് സുവിശേഷം പറയുന്നേ, പുഷ്പരാജ് എന്ന് പറഞ്ഞാൽ ഞാനാണ്. തോമസ് ജീവിതം കൊണ്ട് സുവിശേഷം പറയുന്നവനാണ്. ജീവിതം കൊണ്ട് സുവിശേഷം പറയുന്നവൻ. തോമസേ നീ ചെയ്യുന്നതെല്ലാം നല്ല കാര്യം, പക്ഷെ ദൈവം നിനക്ക് തന്നതോ? ആ സമയത്ത് തോമസ് ആ സ്ത്രീയെ ദയനീയമായിട്ട് നോക്കി. ആ സ്ത്രീ അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ദൈവത്തോട് പിണക്കമുണ്ടോ? നിനക്ക് ദൈവത്തോട് പരിഭവമുണ്ടോ? തോമസ് പറഞ്ഞ വാക്ക് കേൾക്ക്, സ്വർഗത്തിൽ എൻ്റെ അപ്പൻ രൂപഗുണമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് ഭൂമിയിലേക്ക് നോക്കി. ആർക്ക് കൊടുക്കാം? ആർക്ക് കൊടുത്താൽ ഇത് വളർത്തി വലുതാക്കും? ആർക്കെങ്കിലും കൊടുത്താൽ അബോർട്ട് ചെയ്ത് കളയുമെന്ന് തോമസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വർഗത്തിലെ അപ്പൻ എന്റെ കയ്യിൽ തന്നു, ഞാനത് 2 കൈ നീട്ടി സ്വീകരിച്ചു. അടുത്ത വാക്ക് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഷ്ടതകൾ ദൈവം നമുക്ക് തരുമ്പോൾ തളർന്നു പോകാതെ, തകർന്നു പോകാതെ പ്രാർത്ഥനയോടെ അത് മുറുകെ പിടിക്കാൻ കഴിയുമോ? എൻ്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. കഷ്ടതകൾ ജീവിതത്തിന്റെ ഉയർച്ചയാണ്. കഷ്ടതകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പ്രിയ ദൈവമക്കളെ പ്രാർത്ഥനയോടെ നമുക്ക് കഴിയട്ടെ. ഈ പേപ്പർ കഷ്ണത്തിന് എത്ര രൂപയുടെ വിലയുണ്ട്? ഇത് പേപ്പറാണോ പ്ലാസ്റ്റിക് ആണോ? പേപ്പറാണ്. എന്തുകൊണ്ട് ഈ പേപ്പർ കഷ്ണത്തിന് 500 വിലയുണ്ട്? എന്തുകൊണ്ട് ഈ പേപ്പർ കഷ്ണത്തിന് 500 വിലയുണ്ട്? ഗവർണർ ഒപ്പ്, മുദ്രകൾ, രേഖകൾ. ഒറ്റ വാക്കി പറഞ്ഞ ഗവൺമെന്റിന്റെ ആധികാരികമായ രേഖ ഇതിന്റെ അകത്തുള്ളത് കൊണ്ട് ഇതിനൊരു വിലയുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ പുഷ്പരാജ് എന്ന് പറയുന്ന എനിക്ക് നിങ്ങൾ ഇടുന്ന മാർഗമല്ല എൻ്റെ മാർഗം. മനുഷ്യൻ ഓരോരുത്തർക്കും ഓരോ മാർഗം ഇടും അല്ലേ? ദൈവത്തിന്റെ മുദ്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ക്രൂശിലെ രക്തത്തിന്റെ അടയാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്റേതായ വിലയുണ്ട്. ഞാനിതിനെ ചുരുട്ടാൻ പോകാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അച്ഛന്റെ മുഖത്ത് നോക്കരുതേ, അച്ഛൻ ബാഹുവല്ലേ? ഇത് ഞാൻ തന്നാൽ എത്ര രൂപയുടെ സാധനം വാങ്ങാൻ പറ്റും? എന്തുകൊണ്ട്? ഇപ്പോഴും ആ വേലിയുണ്ട്. ഇതാണ് മനുഷ്യന്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ആദ്യം കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇതെല്ലാം മനുഷ്യന്റെയും റിയാലിറ്റിയാണെന്ന് മനസ്സിലാക്കുക.
വളരെ ഭംഗിയായ ഒരു ജീവിതത്തിന് 500ന്റെ വിലയുണ്ട്. ചില രോഗങ്ങൾ വരും, ഷേപ്പ് മാറും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഷേപ്പ് മാറിയ ആൾക്കാര്? കടഭാരം വരും. ഞാൻ പോകുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഷ്ടതകളുണ്ട്, കണ്ണുനീരുകളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ എന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലായല്ലോ? ഞങ്ങളൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും പാടും. ഇവിടെ ഒന്ന് പാടി നോക്കി, ഞാൻ കേൾക്കട്ടെ. കഷ്ടതയുടെ സംഭവം പിടി കിട്ടിയോ? ചുമ്മാ പാടുന്നു, അർത്ഥം നോക്ക്. കർത്താവേ, കഷ്ടത നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നാൽ, അതായത് രോഗം തന്നാൽ, കടം തന്നാൽ, വേദന തന്നാൽ, കുടുംബത്തിൻ്റെ അകത്തൊരു വേർപാട് തന്നാൽ, അതാണ് സംഭവം. പാടാൻ എളുപ്പമാണ്. ഇനി പാട്, അർത്ഥം മനസ്സിലാക്കിയിട്ട്. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും. ഞാൻ ചോദിക്കട്ടെ, പറ്റുമോ? അടുത്ത വരി ഭയങ്കര വരിയാണ്. ചോദ്യം ചെയ്യാതെ വാങ്ങി. പറ്റുമോ? ഒരു ചോദ്യമല്ല. കർത്താവേ, നീ എന്റെ കയ്യിൽ കുടിക്കാൻ തന്നാൽ സ്തോത്രം പറയും. പറ്റുമോ? അങ്ങനെ പറ്റിയ ആൾക്കാരുണ്ട്. സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ഒരു ഭക്തൻ പാടി, ദോഷമായിട്ടൊന്നും എന്നോ. സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴാ എന്റെ, അതാണ് പരിശുദ്ധാത്മാവ്. എന്റെ താതൻ ചെയ്യുകയില്ല. നമ്മുടെ ഈ പാട്ടി വാ. പറ്റുമോ? ഞാൻ പറയും ആ പാട്ട് അങ്ങനെ പാടരുത്, തിരിച്ചു പാട്. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ പാനം ചെയ്യാതെ വാങ്ങി. നീ എന്തിനു തന്നു? ഞാൻ ആരെന്നറിയോ? ഞാൻ ഇല്ലെങ്കിൽ ഈ പള്ളി നടക്കുമോ? തിരുകൃപയെ, അതാണ് കൃപ. ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളെയും വേദനകളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എനിക്കും നിനക്കും കഴിയുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതായത് 5 ചാട്ടം ചാടുന്നതും ആൾക്കാർ മുമ്പിൽ പ്രകസനം നടത്തുന്ന ഇതൊന്നും അല്ല പരിശുദ്ധാത്മാവ്. തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് ഈ വചനം പറയുകയാണ്. സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. പാടിയാലും ചാടിയാലും തുള്ളിയാലും ഏത് ഭാഷ പറഞ്ഞാലും കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. വില്യം കേറി അറിയോ? വില്യം കേറി ആരാ? വില്യം കേറി ഒരു മിഷണറിയാ, ഭാരതത്തിൽ വന്ന മിഷണറി. മറക്കരുത് വില്യം കേറിയെ. വില്യം കേറിയെ മറന്നിട്ട് നിങ്ങൾ ബൈബിൾ പഠിക്കരുത്. വില്യം കേറിയും ഭാര്യ ഡൊറോത്തിയും 3 മക്കളും കപ്പൽ കയറി ഭാരതത്തിൽ വന്നു ഒരു വലിയ സുവിശേഷ പ്രവർത്തനത്തിൽ. വരുന്ന വഴിയിൽ 3 മക്കളും മരിച്ചു. എന്റെ മനസ്സിലാക്കലനുസരിച്ച് പിള്ളേരെ കുഴിച്ചിടാൻ സ്ഥലമില്ല. കപ്പൽ യാത്ര. 3 കുഞ്ഞുങ്ങളെയും കടലിലെടുത്ത് വലിച്ചെറിഞ്ഞു. കൊൽക്കത്തയുടെ മണ്ണിൽ വില്യം കയറി വന്ന് കാല് ചവിട്ടുമ്പോൾ ഭാര്യ മാനസിക രോഗി. ഈ സഭ എന്ന് പറയുന്നത് പണക്കാരന്റെ കയ്യിൽ വിളഞ്ഞ ഒരു സാധനമല്ല. ഇതുപോലത്തെ ജനത്തിന്റെ രക്തമാണ് സഭ. എനിക്ക് സങ്കടമുണ്ട് ഈ കാലഘട്ടത്തിൽ സഭകളിൽ കാണിക്കുന്ന മ്ലേച്ഛമായ അനുഭവങ്ങൾ ഓർത്ത്. ഈ മാനസിക രോഗിയായ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വില്യം കയറി സുവിശേഷം പറഞ്ഞു. 7 വർഷം പറഞ്ഞിട്ടും ഒരൊറ്റ ആള് മാനസാന്തരപ്പെട്ടില്ല. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. നമ്മുടെ പെൺമക്കൾ പഠിക്കുന്നെങ്കിൽ ഒരു സമയത്ത് മക്കളെ, പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ച സ്ഥലത്ത് അയാൾ 200 സ്കൂൾ സ്ഥാപിച്ചു. ഹോളി സ്പിരിറ്റ്. കമ്പട ഇതൊന്നും അല്ല ഹോളി സ്പിരിറ്റ്. ഞാൻ വേദനയോടെ പറയുകയാണ്. ഇവിടെ ക്രൈസിസ് ഉണ്ട്. ക്രൈസിസിന്റെ നടുവിൽ നിനക്ക് എഴിച്ചു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വില്യം കേറിയുടെ ജീവിതം ആദ്യം നന്നായിരുന്നു. ഭാര്യ 3 മക്കളോട്. പിന്നെ വരുന്ന വഴിയിൽ ക്രൈസിസ് ഉണ്ടായി. പിള്ളേരും പോയി, ഭാര്യ മാനസിക രോഗിയായി, മൂല്യം കുറഞ്ഞു. നമ്മളെങ്കിൽ അവിടെ തീർന്നേനെ. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ശക്തികൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല.
ഒരു രോഗത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. ആരാണ് സതി നിർത്തലാക്കിയത്? എന്താണ് സതി? ഭാര്യ മരിച്ചാൽ ഇല്ല, ഭർത്താവ് മരിച്ചാൽ അത് അവരുടെ ഗതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം. നമ്മൾ പറയും രാജാറാം മോഹൻ റായ് ആണെന്ന്. ഞാൻ പറയുന്നു, ചരിത്രം ഇന്ന് പലതും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ സതി നിർത്തലാക്കിയത് ആദ്യത്തെ ശ്രമം വില്യം കേറിയാണ്. 1801 പ്രബന്ധം എഴുതി കൊടുത്തത് ശരിയല്ല എന്ന്. വില്യം കേറി ഇവിടെ സാക്ഷ്യം പറയാൻ വന്നാൽ എന്ത് സാക്ഷ്യം പറയുന്ന അറിയാമോ? നമ്മളൊക്കെ പറയും, എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടി, സ്വത്രം, എനിക്കൊരു വീട് കിട്ടി, സ്വത്രം. ഇതാണ് നമ്മുടെ സാക്ഷ്യം. വില്യം കേറി പറയും, ഞാൻ എന്റെ യേശുവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് എന്റെ 3 മക്കളും മരിച്ചു, എന്റെ ഭാര്യ മാനസിക രോഗിയായി. പക്ഷെ അയാളിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ. കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ല. 3. യേശു ആ മലയുടെ മുകളിൽ നിന്ന് ആ ശിഷ്യന്മാരുമായി താഴേക്ക് ഇറങ്ങി വരുന്നു. 3 ശിഷ്യന്മാർ. താഴെ ഒരു സംഭവം നടക്കുന്നുണ്ട്. സംഭവം എന്നാന്നറിയോ? ഒരപ്പൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. കുഞ്ഞിന് ചന്ദ്രരോഗം, തമിഴിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ശിഷ്യന്മാർ കുഞ്ഞിന്റെ മേൽ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടുന്നില്ല. യേശു വന്ന് സൗഖ്യം കൊടുത്തു. കൊടുത്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ വിശ്വാസം. ഇനി ശ്രദ്ധിക്കണേ, വിശ്വാസമില്ലാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അപ്പൊ എന്താണ് വിശ്വാസം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് വിശ്വാസം? ഉറപ്പും ഓക്കെ. നമ്മൾ കൊച്ചുനാൾ മുതലേ പഠിച്ചു പറയുന്നൊരു വാക്യം. ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യം പഠിപ്പിക്കാം. പഠിപ്പിക്കുന്നില്ല, നമുക്കറിയാവുന്നൊരു വാക്യം. എന്റെ കൂടെ ചേർന്ന് പറ, എന്നെ. പോലെ ഉറച്ചു പറ, എന്നെ. പുറകിലിരിക്കുന്ന പുരുഷന്മാർക്ക് പറയാം, എന്നെ. എന്നാലും പറയത്തില്ല, എന്നെ. കഷ്ടമുണ്ട്. ഇനി പുരുഷന്മാര് മാത്രം പറ, എന്നെ. താങ്ക്സ്. എന്നെ. അപ്പച്ചൻ വരെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. കുറച്ച് പറയാം, എന്നെ. മക്കളെ കുറച്ച് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഞാൻ ഈ വാക്യത്തെ രണ്ടായിട്ട് മുറിക്കുകയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം മുറിച്ചു, ഞാൻ സകലത്തിലും മതിയായവനാണ്. വേഗത്തിൽ ഞാനിത് പറഞ്ഞു നിർത്താം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന ഒരാളുണ്ട്, എന്നെ ശക്തനാക്കുന്ന ദൈവമുണ്ട്. ദൈവവിശ്വാസം തീർന്നില്ല. ഈ ദൈവവിശ്വാസം മാത്രം പോരാ, ഞാൻ സകലത്തിലും മതിയായവനാണ്. ദൈവമുള്ളത് കൊണ്ട് ഞാൻ നിൽക്കും, അത് എന്റെ ആത്മവിശ്വാസം. മനസ്സിലായോ? അപ്പൊ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും വേണം. ഏതൊക്കെ? പോയ വാഹനമല്ല. ഒന്ന് ദൈവവിശ്വാസം, മറ്റൊന്ന് ആത്മവിശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പ്രാർത്ഥനയോടെ ഞാൻ പറയും, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ദൈവവിശ്വാസവും വേണം, ആത്മവിശ്വാസവും വേണം. വളരെ സങ്കടത്തോടെ ഞാൻ പറയുകയാണ്, ദൈവവിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഉണ്ട്, പരിപാടികളെല്ലാം ഗംഭീരം. വലിയ പള്ളി, ഇന്റർലോക്ക്, ഗ്രാനൈറ്റ്, സെറ്റപ്പുകൾ, കൺവെൻഷൻ. പണ്ട് നമ്മുടെ വീട്ടിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയോടെ ചോദിക്കുകയാണ്, എത്ര കുടുംബങ്ങളിൽ സന്ധ്യപ്രാർത്ഥനയുണ്ട്? എത്ര കുടുംബങ്ങളിൽ പ്രഭാത പ്രാർത്ഥനയുണ്ട്? എന്റെ വീട്ടിലെ എന്റെ അമ്മച്ചിയെ കൊണ്ടായിരുന്ന സമയത്ത് 3:30 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ നിലവിളിക്കുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങൾ മറ്റെന്തിനേക്കെയോ അടിമപ്പെട്ടുപോയി. കാര്യങ്ങൾക്കൊരു കുറവുമില്ലെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി പുറകിലായിപ്പോയി. അപ്പോൾ ദൈവവിശ്വാസം എനിക്കും നിനക്കും ഇല്ല എങ്കിൽ
ദൈവവിശ്വാസം എനിക്കും നിനക്കുമില്ല എങ്കിൽ പ്രാർത്ഥനയോടെ ഞാൻ പറയുന്നു, പ്രാർത്ഥനയോടെ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കണേ, ദൈവവിശ്വാസം എനിക്കും നിനക്കും ഇല്ല എങ്കിൽ, ആത്മവിശ്വാസം എനിക്കും നിനക്കും ഇല്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. 3 ചിന്തകൾ ഞാൻ പറഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് പറയാമോ? ഒന്നാമത്തത് പറയാമോ? സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. 2, കഷ്ടതകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. 3, ദൈവവിശ്വാസം മറ്റൊന്നുണ്ട്, ആത്മവിശ്വാസം. ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. എത്ര വിശുദ്ധനെന്ന് പറഞ്ഞാലും ഈ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുക, പാസ്റ്ററാണ്, ബ്രദറാണ്, എല്ലാം ആണ്. നിനക്കൊരു വിശ്വാസം വേണം, എന്റെ ഉള്ളിൽ ദൈവമുണ്ട്. ഇന്നെല്ലാം പറ്റിപ്പാണെന്ന്. തമിഴ്നാട് ഇതിന്റെ കേന്ദ്രമാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെട്ടിട്ടാ സംസാരിക്കുന്നത്. നിനക്കൊരു വാടകയ്ക്കെങ്കിലും ഒരു വീടില്ലേ? അത്യാവശ്യത്തിനും ഒരു മുറിയില്ലേ? ആ മുറിക്കകത്ത് കയറി മുട്ടുമടക്കി നീ നിലവിളിച്ചാൽ ദൈവം കേൾക്കത്തില്ലേ? നീ ആരെയാ ഈ ബ്രോക്കറായിട്ട് അതിന്റെ ഇടയ്ക്കിടുന്നേ? നീ ആരുടെ കയ്യിലാ കാശ് കൊടുക്കുന്നേ? നീ കര, നീ പ്രാർത്ഥിയേ, ചങ്കൂറ്റത്തോടെ നിൽക്കുക. ഒരു ജീവിതം, അത് കരയേണ്ട ജീവിതമല്ല, അവസാനിപ്പിക്കേണ്ട ജീവിതമല്ല. ക്രിസ്തു ഉണ്ട്, ഞാൻ നിൽക്കും. ആത്മവിശ്വാസം, ഈ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. 3 ചിന്തകളായി. 2 വേഗത്തിൽ പറയാം. പറഞ്ഞ സമയം തീർന്നു, മറ്റേ സമയത്തിനത് ഞാൻ നടത്താൻ ശ്രമിക്കാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ. ഇത് ഭയങ്കര രസമാണ്. യേശുവിന്റെ മുൻപിൽ കുറച്ച് ശിഷ്യന്മാരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവർക്കൊരു ചിന്ത, ആരാണ് വലിയവൻ? നിനക്കൊരു ചിന്ത ഉണ്ടത്. നീ ഇല്ലെങ്കിൽ ഈ കൊയർ എനിക്ക് പ്രവചനപരമുണ്ടാ. അഹങ്കരിക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. ഇന്നത്തെ കാലഘട്ടം ഒരു തള്ളാണ് മൊത്തം, അല്ലേ? നിങ്ങൾ എന്നെ തള്ളുന്നു, ഞാൻ നിങ്ങളെ തള്ളുന്നു. വന്ന ഉടനെ നമ്മൾ പറയും, എന്നാ പറയും? ശ്രുതി മധുരമായി ഗാനങ്ങൾ ആലപിക്കുന്ന വല്ലതും ഉള്ളതാണോ? അല്ല. ഇത് വല്ലതും കേട്ടിട്ട് നിങ്ങളങ്ങ് ഭയങ്കരമായിട്ട് പെരുവിയാലോ? ഞങ്ങളല്ലേ കിടന്ന് പാടുപെടുന്നേ? ഞാൻ പറഞ്ഞു, നീ ഭയങ്കര വായനയാണോ? ഇതാണ് സത്യം. അഹങ്കരിക്കരുത്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി 3 ദിവസം വേറൊരു സ്ഥലത്ത് എനിക്കൊരു കൺവെൻഷൻ ഉണ്ട്. സന്തോഷമാണ്. പക്ഷേ ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഗ്രോത്ത് വന്നാൽ പോകാൻ പറ്റത്തില്ല. എല്ലാം കൃപയാണ്. പാടാൻ കഴിയുന്നെങ്കിൽ ഗ്രേസ് ആണ്, വരാൻ കഴിഞ്ഞെങ്കിൽ ഗ്രേസ് ആണ്, നിൽക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. അഹങ്കരിക്കരുത്. പറയാൻ സമയമില്ല. വീട്ടിൽ പോയി കഴിയുമെങ്കിൽ എല്ലാവരും ബൈബിൾ വായിക്കുക. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. നല്ലൊരു ചരിത്രമാണ്. അഹങ്കരിച്ചാൽ എന്ത് പറ്റുമെന്ന് നന്നായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്രമാണ്. അത് പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഒരു രാജാവ് അഹങ്കരിച്ചു, കുഷ്ഠരോഗിയായ ഒരു രാജാവ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. ആരും എടുക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. വിശ്വാസമില്ലാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. 4, അഹങ്കരിക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ലാസ്റ്റ് ചിന്ത തീർന്നു. യേശു ശമരിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ പ്രസംഗം ആരും കേൾക്കുന്നില്ല. എല്ലാവർക്കും രോഗസൗഖ്യം, ഇതൊക്കെയാണ് ആവശ്യം. ആ സമയത്ത് യേശുവിന്റെ ഒരു ശിഷ്യൻ യേശുവിന്റെ അടുത്ത് പറയുകയാണ്, കർത്താവേ, നീ ഇത്രയും പ്രസംഗിച്ചിട്ടും ഇവരാരും നിന്റെ പ്രസംഗം കേൾക്കുന്നില്ല. ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇവരെ അങ്ങ് കൊന്നുകളാം. സിമ്പിൾ പരിപാടി. നമുക്ക് വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നമ്മളെ ടീം അല്ലെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യും? ഒതുക്കും. അത് പറഞ്ഞു തരണം നമുക്കിത്. മനസ്സു തുറന്ന് എനിക്കും നിനക്കും
മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ചാടിയാലും പൊടിച്ചാലും തുള്ളിയാലും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് അപ്പനെ അപ്പ എന്നും അമ്മയെ അമ്മ എന്നും സഹോദരനെ സ്വന്തം വസ്തുവിന്റെ പേരാകട്ടെ എന്താകട്ടെ മനസ്സ് തുറന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അപ്പനെയും അമ്മയെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥനയോടെ ഞാൻ പറയും, എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതും കൂടെ പറയുമ്പോൾ ഞാൻ നടത്താം. ഞങ്ങൾ ഭയങ്കര ജ്വലിപ്പായിരുന്നു അവിടെ. ഈ അമ്മച്ചി ഒരു നാട്ടും പുറത്ത് കാര്യത്തി, അമ്മച്ചി ഒരു മുക്കം കൊണ്ട് മുക്കി ആത്മീയം. കഴിഞ്ഞ 5 വർഷമായി മക്കൾ അവനെ അമ്മ എന്ന് വിളിച്ചിട്ട്. അവന്റെ വീട്ടിന്റെ അകത്ത് അവൻ എന്നെ കേട്ടല്ല, അവൻ എനിക്ക് ആഹാരം തരണ്ട, അവൻ എനിക്ക് വസ്ത്രം തരണ്ട. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അവനൊന്നും തരണ്ട, അവന്റെ വാ കൊണ്ട് ഒരു ദിവസമെങ്കിലും അവൻ എന്നെ അമ്മ എന്ന് വിളിക്കണം, കൊതിയാണ്. ഇവൻ 1000 ഹാലുലി അവരുടെ ഒരു കാര്യമില്ല. ഈ അഭിനയമെല്ലാം മനുഷ്യർ കാണുന്നു, ദൈവം ഇതൊന്നും അറിയുന്നില്ല. മനസ്സ് തുറന്ന് നിനക്ക് നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുമോ? ഉപദ്രവിച്ചവനായിരിക്കാം, തകർത്തവനായിരിക്കാം, നശിപ്പിച്ചവനായിരിക്കാം, മാറ്റി നിർത്തിയവനായിരിക്കാം, അതൊരു പ്രോബ്ലമല്ല. നിന്നെ സൃഷ്ടിച്ച മാതാപിതാക്കളെ, നിന്റെ സഹോദരങ്ങളെ ഒരു സഭയ്ക്കകത്തിരിക്കുമ്പോൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? അവന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവുള്ളത്. ഞാൻ സുവിശേഷകനായ സമയത്തൊക്കെ ആരെങ്കിലും എന്നെ കണ്ട് തൊഴുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞാൻ എന്തോ ആയല്ലോ, ഇന്ന് ആരെങ്കിലും എന്നെ കണ്ട് തൊഴുതാൽ ഞാൻ അതിനേക്കാളും ദയനീയമായിട്ട് തൊഴും. എന്നെ ഉപദ്രവിക്കരുത്, കാരണം ഈ തൊഴുതവരെല്ലാം പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ ആദ്യം തൊഴുന്നില്ല, അവനെ ഞാൻ നോട്ട് ചെയ്യും. ഇവനാണ് ഇവിടുത്തെ വിഷം. അധിക ബഹുമാനം, അധികം ഭക്തി. ശ്രദ്ധിച്ചോണ്ടേ ചടക്ക്. ഇല്ല, ഞാൻ പറഞ്ഞത് ഇന്നത്തെ മനുഷ്യന്റെ ലോകം അതാണ്. ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോയി. 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി എന്നോടും എന്റെ ഭാര്യയോടും പറഞ്ഞതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവളുടെ അപ്പൻ, ഞാനിരുന്ന പള്ളിയിലാണ്, ഏറ്റവും മുമ്പിൽ എപ്പോഴും ബൈബിളൊക്കെ തുറന്നു വെച്ച് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, എന്റെ അമ്മയും എന്റെ സഹോദരനും ഇല്ലാത്ത സമയത്ത് എന്റെ അപ്പൻ മാത്രമാണ് വീട്ടിലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ സ്വന്തം അപ്പനെ പോലും ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ആയുധപുരകളായി മനുഷ്യന്റെ ഹൃദയം. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടൽ ഭിത്തിയിൽ കൊണ്ടുപോയി അടിച്ച് കൊന്ന് കാമുകനോട് ഇറങ്ങിപ്പോയി. ആയുധപുരകളായി. സ്വോത്രത്തിന് ഹാലിളിക്കുന്ന ഒരു കുറവുമില്ല, പക്ഷെ കയ്യിലിരിപ്പാണ് വിഷയം. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഈ പാട്ട് ബൈബിളിലെ ഒരു പാട്ടാണ്. അടുത്ത വരി ബൈബിളിലുള്ള വരിക. ആ വരി ഇങ്ങനെയാണ്: സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ. അടുത്ത വരി ശ്രദ്ധിക്കണേ: നമ്മുടെ രക്തബന്ധങ്ങളെവിടെ. ഉൽപ്പത്തിയിൽ ദൈവം കയ്യിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കയ്യിനെ, നിന്റെ സഹോദരൻ എവിടെ? രക്തബന്ധങ്ങൾ. മനുഷ്യനെ സ്നേഹിക്കാതെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഏരിയ കൺവെൻഷൻ സക്സസ് ആയെന്ന് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ഷണ്ടയിട്ടിരിക്കുന്ന, നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന, ഞാൻ അവന്റെ വീട്ടിൽ പോകത്തില്ല, അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ വീട്ടിൽ നാളെ നിങ്ങൾ പോയാൽ, സംസാരിച്ചാൽ കൺവെൻഷൻ സക്സസ് ആയി. അല്ലെങ്കിൽ അടുത്തും വരും ഏരിയ കൺവെൻഷൻ. അത്രയാണ്. അല്ല, വേറെ ഒരു കാര്യമില്ല. എത്ര അമ്മായിയമ്മമാരുടെ ഇതിനകത്ത് കർത്താവ് ആരെയും വെച്ചിട്ടില്ല ഇവിടെ? ഒരാളുണ്ട്. എത്ര പേരുണ്ട്? എത്ര അമ്മായിയമ്മമാർ? സന്തോഷം കൈവക്കി. ഓക്കെ. എത്ര മരുമക്കളുണ്ട് ഇതിന്റെ അകത്ത്? സ്ത്രീകൾ മാത്രം ഒന്ന് കൈവയ്ക്കുക. മരുമക്കൾ ഒരു 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 നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹോംവർക്ക് എടുത്തില്ല, ഒരു ഹോംവർക്ക്. ഇത് വീട്ടിൽ പോയിട്ട് എല്ലാ മരുമക്കളും, ചിലരുടെ അമ്മായിയമ്മമാർ വന്നിട്ടുണ്ട്,
ചിലർ വീട്ടിലുണ്ട്, ചിലരില്ല, ഈ ലോകം വിട്ടുപോയി, അവർ ഭാഗ്യമുള്ളവർ. ഉള്ളവര് വീട്ടിൽ പോയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. തീരെ ഇറുക്കി കളയരുത്. അമ്മ ഉമ്മ ഇതാ നടക്കുന്നത് സാധനം. ആംബുലൻസ് വിളി, അച്ഛനെ വിളി, സമയം ഫിക്സ് ചെയ്യും. ഒന്നാമത് ഞായറാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ. സ്നേഹിക്കുക, മനസ്സ് തുറന്ന് സ്നേഹിക്കുക. സ്നേഹിക്കുന്നവന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മ. ഇനിയും നിങ്ങൾ വിഡ്ഢികളാകരുത്. നമ്മൾ ചിരിച്ചു, കളിച്ചു, സന്തോഷിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, 1 മണിക്കൂർ സമയം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞോ. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യനാണോ ഞാൻ? തന്ത്രം, കുതന്ത്രം, സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യനാണോ ഞാൻ? യെസ് ഓർ നോ ടിക്ക് ചെയ്തു. സ്നോ നടിച്ചു കളയരുത്. ഒന്നേ യെസ് അല്ലെങ്കിൽ നോ. കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, എന്ത് പ്രശ്നം വന്നാലും ദൈവമുണ്ട്, ഞാൻ നിൽക്കുമെന്ന് വിചാരിക്കുന്ന മനുഷ്യനാണല്ല. വിശ്വാസമുള്ളവനാണത്. യെസ് ഓർ നോ? അഹങ്കാരമുണ്ടോ? ഞാൻ ഉള്ളോണ്ടല്ലേ ഇത് നടക്കുന്നത്. ഞാൻ സത്യം പറയാൻ, നീ വന്നില്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അഹങ്കാരമുണ്ടോ? എനിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? സൂത്രങ്ങളാണ് കയ്യിലിരിപ്പെങ്കിൽ, കഷ്ടതകളും വേദനകളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, വിശ്വാസ ജീവിതമില്ല എങ്കിൽ, അഹങ്കാരം ഉണ്ടെങ്കിൽ, മനസ്സ് തുറന്ന് എനിക്ക് നിനക്ക് മറ്റുള്ളവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഈ ആത്മാവ് വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ എൻ്റെ നാട്ടിൽ ഒരു 44 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. വന്നാൽ മതിയെന്നൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് വേറെ പണിയുണ്ട് അവിടെ. നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് ഒരു വാക്ക്, തമ്പുരാനെ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കി എന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു പാസ്റ്ററും വേണ്ട, ഒരു ബ്രദറും വേണ്ട. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായി നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കെന്ന് പ്രാർത്ഥിച്ചാൽ, സൗജന്യമായി നൽകുന്ന ആത്മാവ് ഇന്ന് നീ പ്രാപിക്കും. ആത്മാവില്ലെങ്കിൽ വേദനിക്കണം. കാരണം ക്രിസ്തു പറയുന്നു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. എന്ത് സംഭവമായിരുന്നാലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. വളരെ സന്തോഷത്തോടുകൂടെ നാം വചനം കേൾക്കാൻ ഒരുങ്ങിയല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നമുക്ക് ഒത്തിരി വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന് നടുവിൽ പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, ജീവിക്കുന്ന ഒരു ദൈവത്തെ നീ രുചിച്ചറിഞ്ഞാൽ ഏത് വിഷയങ്ങളെയും ചവിട്ടി മെതിക്കാനുള്ള ഒരു ശക്തി അവൻ നമുക്ക് നൽകും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, തമ്പുരാനെ എന്റെ വേദനകൾ മാറണമെന്നല്ല, എനിക്ക് നിന്നെ വേണം, നിന്റെ ആത്മാവ് വേണം. ജീവിതത്തിൽ സൂത്രങ്ങളുമായി മുന്നോട്ട് പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തമ്പുരാനെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ശദ്രക്കും മേശക്കും അഭിദ്രഹവും പറഞ്ഞില്ലേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ വിട്ട് മാറത്തില്ല. അതാണ് പരിശുദ്ധാത്മാവ്. ദൈവവിശ്വാസവും ആത്മവിശ്വാസവും ജീവിതത്തിന്റെ ഭാഗമായി തീരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിനയപ്പെടാൻ എത്രത്തോളം വിനയപ്പെടാൻ കഴിയുമോ അത്രത്തോളം വിനയപ്പെടാൻ, മനുഷ്യന്റെ മുമ്പിൽ ഒരു സാക്ഷിയായി തന്നെ നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ശത്രുക്കളായി എണ്ണുന്നുണ്ടെങ്കിൽ, തമ്പുരാനെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള കൃപ ഈ നിമിഷം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ഏരിയ കൺവെൻഷനെ ഈ ദേശത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ ഒരു കൺവെൻഷൻ വെച്ചത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി എന്ന് പറയുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ, ഒരു പുതിയ അനുഭവത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് ഉടലെടുക്കുവാൻ, ദുഷ്ടന്റെ നോട്ടമോ പൂർവികളുടെ ശാപങ്ങളോ ഏൽക്കാതെ വേണം ക്രിസ്തുവിന്റെ രക്തം ദേശത്തിന്റെ മേൽ കോട്ടയായി ഭവിക്കുവാൻ തമ്പുരാനെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം.
സഭയെ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം. അച്ഛനെ പ്രത്യേകിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊടുത്തിരിക്കുന്ന ആത്മീയ ദർശനത്തിനായി സ്തോത്രം ചെയ്യാം. ഗായക സംഘത്തിനായി സ്തോത്രം ചെയ്യാം. ജനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവഭാഗത്ത് വിധേയപ്പെടാം. കാരണം കരുതുന്നൊരു ദൈവമുണ്ട്, നടത്തുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ആവശ്യം ഈ നശിച്ചു പോകുന്ന ലോകത്തിലെ ചില നേട്ടങ്ങൾ മാത്രമല്ല, ഒരിക്കലും നശിക്കാത്ത അവന്റെ സാന്നിധ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാം. കർത്താവിന്റെ സന്നിധിയെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവന്റെ മുഖത്തേക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തമ്പുരാനെ നീ ഞങ്ങൾ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാ ഞാൻ ഇന്നും ശക്തനല്ലയോ? കരങ്ങളടിച്ച് പാടാമോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നെ നടത്തിയിടും ധനയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നെ നടത്തിയിടും ധനയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കരങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നെ നടത്തിയിടും ധനയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നെ നടത്തിയിടും ധനയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരേ ഒരു ചോദ്യം. ഈ കാലഘട്ടത്തിൽ മായമില്ലാതെ സുവിശേഷം പറയാൻ നിങ്ങളിൽ ആർക്ക് ധൈര്യമുണ്ട്? ഒരുപക്ഷെ പെൺകുട്ടിയായിരിക്കാം, ആൺകുട്ടിയായിരിക്കാം. ഞാൻ വളരെ പ്രാർത്ഥനയോടെ പറയട്ടെ, ഇന്നത്തെ ആധ്യാത്മികത കാപട്യം നിറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവൻ നമുക്ക് നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ സാക്ഷിക്കും, ഞാൻ അവരെ പ്രസംഗിക്കും. അവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, പഠനമുണ്ടോ പഠനമില്ലയോ വിഷയമല്ല. കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നടത്താൻ അവൻ ശക്തനാണ്. ഈ കൺവെൻഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെങ്കിലും ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേശം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയത്ത്. നിന്റെ സാഹചര്യങ്ങൾ മോശമായിരിക്കാം, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം, ജീവിതത്തിൽ നരകിച്ച് വേദനിച്ച് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നീ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്തിനിങ്ങനെ ഒരു ജീവിതമെന്ന് നീ ചോദിക്കുന്നുണ്ടായിരിക്കാം. പ്രാർത്ഥനയോടെ പറയട്ടെ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഒരു വ്യക്തി തയ്യാറായെങ്കിൽ അവനെ നന്നായി കരുതുന്ന, അവനിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്ന, അവനിലൂടെ സംസാരിക്കുന്ന ഒരു സർവശക്തി നമ്മുടെ മുൻപിലുണ്ട്.
ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസം കുറഞ്ഞു പോകുന്നു, ഭക്തന്മാരില്ലാണ്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നെഞ്ചു വിടർത്തി നിന്ന് ധൈര്യത്തോടുകൂടെ സുവിശേഷം പറയാൻ ഈ ഏരിയ കൺവെൻഷനിൽ ഈ കാശ് മുടക്കി, ഈ വിയർപ്പ് അധ്വാനങ്ങൾ ചെയ്ത് ഈ ദേശത്ത് ഇങ്ങനെ ഒരു സുവിശേഷം ക്രമീകരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആര് എന്റെ യേശുവിനെ പ്രസംഗിക്കും? നിൽക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണുകൾ അടച്ചാട്ടെ. സമർപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്നു എന്നുള്ളവർ ഹൃദയത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ നാഥനും പരിപാലകനുമായ കർത്താവേ, ഈ ദേശത്ത് വന്ന് മായമില്ലാതെ സുവിശേഷം പറയാൻ നീ തന്ന സാഹചര്യത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇല്ല എങ്കിൽ ഈ നിമിഷം അങ്ങ് ദാനമായി നൽകി ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ മക്കൾ ദൈവമുള്ള മക്കളായി വളരട്ടെ. ഞങ്ങളുടെ തലമുറകൾ യേശുവിനെ സാക്ഷിക്കട്ടെ. ലജ്ജാഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുവിശേഷത്തിന്റെ വക്താക്കളായി ഇവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലജ്ജിച്ചു പോകാതെ നിലനിർത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയാക്കുന്നുവോ അവിടെ ഒരു തീ ഗോളം പോലെ നിന്റെ ആത്മാവിനെ ലലിയുവാൻ നിന്റെ മക്കളെ നീ ഒരുക്കണമേ. നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ചിലർ കരയുന്നുണ്ട് പിതാവേ, ചിലർ വേദനിക്കുന്നുണ്ട്. എന്റെ ജീവിതം എപ്പോഴും ഇങ്ങനെയാണോ എന്നോർത്ത് ഭാരപ്പെടുന്നുണ്ട്. സർവശക്തൻ കർത്താവേ, നീ അറിയാത്തതായി ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, കൃപയുടെ കരങ്ങളിൽ താങ്ങണമേ. മാറയെ മധുരമാക്കുന്ന അനുഭവം നൽകി ദൈവം ഈ മക്കളെ ശക്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.